മതപരിവർത്തനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ബ്രഹ്മർഷി മോഹൻജി. ഭാരതീയ ദർശനങ്ങളും ആത്മീയതയുമാണ് എക്കാലത്തും ലോകത്തിന് ദിശാബോധം നൽകിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. മോഹൻജി ഫൗണ്ടേഷൻ സ്ഥാപകനും ആത്മീയ ഗുരുവുമായ മോഹൻജിയുമായി കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ നടത്തിയ അഭിമുഖത്തിലേക്ക്. നമസ്തേ. 80-ലധികം രാജ്യങ്ങളിൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആത്മീയ ചിന്തകളുടെ പ്രചാരണവുമായി സജീവമാണ് മോഹൻജി ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷന്റെ സംഘടനയുടെ നേതൃത്വം മോഹൻജിയാണ് നമ്മോടൊപ്പം ഉള്ളത്. മലയാളിയാണ്. ഒരുപക്ഷെ മലയാളികൾക്ക് അത്രയ്ക്ക് പരിചിതമായി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും വലിയ രീതിയിൽ ഒരു ശിഷ്യന്മാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ആത്മീയതയുടെയും അല്ലെങ്കിൽ മോഹൻജി നൽകുന്ന ചിന്തകളിലെല്ലാം ആകൃഷ്ടരായി കേരളത്തിലടക്കം നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് ജീവിതത്തിലുണ്ടായ ഒരു ദുരനുഭവത്തിൽ നിന്നാണ് പുതിയൊരു മാറ്റം അല്ലെങ്കിൽ വഴി മാറി നടന്നതിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അന്ന് ശിരസിൽ കൊളുത്തിയ ഒരു ദീപം അത് ഇപ്പോൾ എത്രത്തോളം പ്രകാശിതമായിട്ടാണ് നിൽക്കുന്നത്? മോള് മരിച്ചിട്ട് 25th ആനിവേഴ്സറിയാണ്. അതൊരു വലിയൊരു കോയിൻസിഡൻസ് ആണ്. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതം എന്താണെന്നുള്ള ചോദ്യം വന്നത്. അതിന്റെ ഒരു റിസൾട്ടായിട്ട് ഇപ്പൊ ഇത്രയും കാണുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മെയിനായിട്ട് ലോകത്ത് ഇപ്പൊ ചെയ്യണത് 2 ഓർഗനൈസേഷൻ ഉണ്ട്. ആക്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ ഈ 31 രാജ്യത്തുണ്ട്. അത് മെയിനായിട്ട് അന്നദാനം, വസ്ത്രദാനം അല്ലെങ്കിൽ അങ്ങനത്തെ സപ്പോർട്ട് സർവീസ് മുഴുവൻ ചാരിറ്റി മാത്രം ചെയ്യണം. അത് ഓരോരോ രാജ്യത്ത് അതിന്റെ ആവശ്യമുള്ളത് ചെയ്യുന്നുണ്ട്. പിന്നെ മോഹൻജി ഫൗണ്ടേഷൻ നേരത്തെ അങ്ങ് പറഞ്ഞത് അത് 19 രാജ്യത്ത് ആക്ടിവിറ്റി ഉണ്ട്. 20 രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡാണ് ഹെഡ് ഓഫീസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി സെൽഫ് കണക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് കണക്ട് ചെയ്യുമ്പോഴാണ്. പുറത്തെ ലോകമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മളും ഫ്ലക്ച്വേറ്റഡ് ആവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി കണക്ട് ചെയ്താൽ പുറത്തെന്ത് സംഭവിച്ചാലും നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പൊ ഇന്റേണൽ സ്റ്റെബിലിറ്റി വന്നാൽ എല്ലാം ഒരുവിധമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് എന്റെ കോർ ടീച്ചിങ്. അതാണ് മോഹൻജി ഫൗണ്ടേഷൻ ലോകത്ത് ചെയ്യണത്. കൂടുതലും വിദേശത്താണ്, പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിലടക്കമുള്ളവർ. നമുക്കറിയാം ഭാരതീയ തത്വചിന്തകളും ആത്മീയ ചിന്തകളുമെല്ലാം വലിയ രീതിയിൽ സ്വാധീനം ലോകത്തെമ്പാടും ചെലുത്തിയിട്ടുണ്ട്. ഈയിടെ വിശ്വഗുരു ഭാരതം എന്നുള്ള നിലയ്ക്ക് ആ ഒരു സ്ലോഗൻ തന്നെ വലിയ രീതിയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിന്റെ ആവശ്യകത, ഇപ്പോഴത്തെ ആവശ്യകത അത് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഈ കാലഘട്ടത്തിലല്ല, ഇത് എപ്പോഴും നിലനിൽക്കും. കാരണം എന്താണെന്നറിയാമോ, ഈ ഗുരു എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് മറ്റുള്ള വ്യക്തികളെ മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അതായത് ഞാൻ മാത്രം ഞാൻ ഗുരു എന്നല്ല, എന്നെ എല്ലാത്തിലും കാണാൻ പറ്റുന്നു, എല്ലാവരിലും കാണാൻ പറ്റുന്നു, എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഭാരതം എന്ന് പറഞ്ഞാല് ഒരു ആക്സെപ്റ്റൻസ് കൾച്ചറുള്ള രാജ്യമാണ്. അതായത് ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റൻഡഡ് ഭാരതം എടുത്തോളൂ. ഇപ്പൊ അഫ്ഗാനിസ്ഥാനും ഒക്കെ കിടക്കണ അന്നൊക്കെ തന്നെ എല്ലാരെയും അഖണ്ഡ ഭാരത് അത് എല്ലാരും സ്വീകരിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും വേർതിരിച്ചിട്ടില്ല. ഞാൻ കുറച്ച് മേലെ മറ്റൊരു ചെറുതെന്നോ അല്ലെങ്കിൽ തിരിച്ചൊന്നുമില്ല. അപ്പോ നമ്മള് ഈ കൾച്ചർ ഓഫ് ആക്സെപ്റ്റൻസ് ഒരിക്കലും നശിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വഗുരു എന്നുള്ള സ്റ്റേറ്റസും പോവില്ല. ആരെയും നമ്മൾ ഒരു നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ ഈ സമൂഹം മോശമൊന്നുമല്ല. അവരുടെ കൾച്ചർ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളൊരു 10 കൊല്ലം മുന്നേ എടുത്തിട്ട് വെച്ച് നോക്കുമ്പോൾ താരതമ്യം ചെയ്യാൻ പാടില്ല എന്നാ ഞാൻ പറയാം. ഇപ്പോഴത്തെ ആയിട്ട് എടുക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. കുട്ടികൾക്ക് അവരുടെ ലാംഗ്വേജ് പറഞ്ഞേ പറ്റൂ. അപ്പോൾ അത് ഇറ്റ്സ് ഓക്കെ. അത് ഇതിൽ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ചില ഓർഗനൈസേഷൻ ഉണ്ട്, വേൾഡ് കോൺഷ്യസ് അലയൻസ് ഉണ്ട് അമേരിക്കയിൽ. അത് മുഴുവൻ എന്റർടൈനേഴ്സാ, ഹോളിവുഡ് ഫിലിം പ്രൊഡ്യൂസേഴ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. അവരുടെ എന്താ വെച്ചാൽ അവരുടെ മീഡിയത്തിൽ കൂടെ അവയർനെസ് കൂട്ടുകയാണ്. അതായത് നന്മ, ദയ, കാരുണ്യം ഒക്കെയുള്ള. അതേപോലെ വേൾഡ് ട്രൈബൽ അലയൻസ് വരുന്നുണ്ട്. അത് UK ബേസ്ഡ് ആണ്. എല്ലാ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി ലോകത്ത് കൂട്ടിച്ചേർക്കാൻ നവംബറിൽ നമുക്കൊരു മെഗാ പ്രോഗ്രാം വരുന്നുണ്ട് കേപ്പ് ടൗണിൽ, സൗത്ത് ആഫ്രിക്കയിൽ. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇന്റിജിനസ് ആൾക്കാരുടെ വിസ്ഡം ഉണ്ടല്ലോ, അത് വലിയ വിസ്ഡമാണ്. അവർക്ക് ഭൂമി അറിയാം, ഭൂമിയുടെ സ്പന്ദനം അറിയാം. അത് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ അറിയാൻ പറ്റില്ല. അത് അതുകൊണ്ട് അവരെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ആരെയും നമുക്ക് ഇപ്പോൾ അവോയ്ഡ് ഓരോരുത്തർക്കും അവരുടെ പ്രസക്തി ഉണ്ട്. ആ പ്രസക്തി റെസ്പെക്ട് ചെയ്താൽ മതി. സങ്കുചിതമായിട്ടുള്ള ഇത്തരം ചിന്തകൾ ഇപ്പോൾ കൂടുതലും ഈ മതപരിവർത്തനമൊക്കെ വലിയ രീതിയിൽ പ്രശ്നമായി വരുന്ന ഒരു കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അതൊരു വലിയ രീതിയിൽ വിവാദമാകുന്നു, അല്ലെങ്കിൽ മതപരിവർത്തനം, സംഘടിതമായിട്ടുള്ള മതപരിവർത്തനം ഉണ്ടാകുന്നു. എന്താണ് ആ വിഷയത്തിലൊക്കെ ഒരു നിലപാട്? അത് പൊളിറ്റിക്സ് ബേസ്ഡ് ആണ്. അതല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്തിനാ മതം മാറുന്നത്?
ഒരു കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ ഷർട്ട് മാറിയതുകൊണ്ട് ഞാൻ അല്ലാണ്ടാവണില്ല. വേറൊരു മതത്തിൽ പോയി അത് ഇതിലും ബെറ്ററാ പറഞ്ഞു പോയി. ഒന്നും ബെറ്റർ ഒന്നുമല്ല. നമുക്ക് നമ്മളെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പുറത്ത് ഏത് ഷർട്ട് ധരിച്ചിട്ടും കാര്യമില്ല. അപ്പോ ഇത് പറയും, ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നാലും പാരീസിൽ ഇരുന്നാലും നമ്മൾ തന്നെയല്ലേ, ഉള്ളിലെന്താണ്? അപ്പൊ ഈ മതപരിവർത്തനം ഞാൻ വളരെ വിഡ്ഢിത്തമായിട്ട് എനിക്ക് തോന്നാറ്. കാരണം എന്തിനു വേണ്ടി മാറണു? അതുകൊണ്ട് എന്ത് നേടി? ഇപ്പൊ ചില ആൾക്കാർ ചിലപ്പോൾ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാറും. അത് ആക്ച്വലി ഇതിലും സില്ലിയാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഇപ്പൊ ഈ കൂടെയുള്ള ആൾക്കാർ, എനിക്ക് നല്ലൊരു ഫോളോയിങ് ഇറാനിലുണ്ട്. അവര് പ്രാക്ടീസിങ് മുസ്ലിം അല്ലെങ്കിൽ അതൊക്കെയുള്ള ആൾക്കാരാണ്. പക്ഷെ അവര് വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയിലുണ്ട്, പല രാജ്യത്തുണ്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഒന്നും മാറിയിട്ടൊന്നും ആവാൻ പോണില്ല. ഈ മതം മാറുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്, അതിന് എന്തെങ്കിലും പ്രലോഭനം ഉണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ അറിവില്ല, ഇഗ്നോറൻസ്. ഇത് രണ്ട് കാര്യം കൊണ്ടേ ആവുകയുള്ളൂ. അതല്ലെങ്കിൽ മാറേണ്ട കാര്യമില്ല. ഓണനാളുകളിലേക്ക് കടക്കുകയാണ്. മലയാളികൾക്കുള്ള ഒരു ഓണ സന്ദേശം എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ സനാതന ധർമ്മമാണ്. നമുക്ക് പല ഏരിയയിൽ ധർമ്മമുണ്ട്. നമ്മുടെ മക്കളോടുള്ള ധർമ്മം, പാരന്റ്സിനോടുള്ള ധർമ്മം, സൊസൈറ്റിയോടുള്ള ധർമ്മം, എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ധാർമ്മികത പുലർത്തിയാൽ, അതായത് സെൽഫിഷ് അല്ലാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല ശക്തി, സമൂഹത്തിനും ശക്തി വരും. അപ്പൊ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് എല്ലാവരെയും ഒന്നായി കാണാൻ സാധിക്കുക, മാത്രമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാവർക്കും ചെയ്യാം, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ, വസുദൈവ കുടുംബകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ഈ ഓണം സഫലമായി. ഓണം മാത്രമല്ല, ഇനിയുള്ള അങ്ങോട്ടുള്ള നാളുകളും. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തീർച്ചയായിട്ടും മഹത്തായിട്ടുള്ള ഭാരതീയ തത്വചിന്തയും അതുപോലെ തന്നെ ആത്മീയ ദർശനങ്ങളും അതിൽ അടിയുറച്ചുകൊണ്ടുള്ള ഒരു പ്രയാണം വലിയ രീതിയിൽ മനുഷ്യകുലത്തിന് തന്നെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം, അതല്ലെങ്കിൽ അത് തന്നെയാണ് ഒരു പരിഹാരമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.